തിരുവനന്തപുരം മൺവിളയിൽ വളർത്തു നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായി നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന ആരോപണവുമായി കുടുംബം. വിഷയം ചൂണ്ടിക്കാണിച്ച് കുടുംബം ഡിജിപിക്ക് പരാതി നൽകി. ഈ മാസം 8-ാം തീയതിയാണ് സ്കൂളിൽ നിന്നും മടങ്ങി വന്ന വിദ്യാർത്ഥിനിയെ ശ്രീകാര്യം പോങ്ങുമൂട് വെച്ച് 2 വളർത്തുനായ്ക്കൾ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. 7-ാം തീയതിയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഒരു ബെൽജിയം മാൽനോസ് വിഭാഗത്തിൽപ്പെട്ട നായ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടിയെ ആക്രമിക്കുകയും കാലിന്റെ ഭാഗത്ത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അധികൃതരുടെ അടക്കം ഒരു മെല്ലെപ്പോക്ക്, കൃത്യമായ ഒരു അന്വേഷണമോ നടപടിയോ ഈ ഒരു ഉടമയ്ക്കെതിരെ അടക്കം നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ അടക്കം പരാതി. നമ്മോടിപ്പോൾ കുട്ടിയുടെ പിതാവ് മനോജുണ്ട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇപ്പോൾ ഒരു അന്ന് ഗുരുതരമായി പരിക്ക് പറ്റുന്നു, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിൽ തൃപ്തനാണോ താങ്കൾ? ഇതുവരെയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്തി അത്ര പോരാ. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ അക്യൂസ്ഡ്, അതായത് ഈ നായ്ക്കളുടെ ഉടമകളുടെ മുഴുവൻ അഡ്രസ്സ് ഞാൻ എന്റെ ആദ്യത്തെ പരാതിയിൽ കൊടുത്തിരുന്നു. 8-ാം തീയതി രാവിലെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ FIR വന്നപ്പോൾ അതിനകത്ത് വെറുതെ ബാബുജി നഗർ മെഡിക്കൽ കോളേജിൽ നിന്നേ ഉള്ളൂ, അല്ല പോങ്ങുമൂട് മെഡിക്കൽ കോളേജ് ചെയ്യുന്നേ ഉള്ളൂ. അത് തന്നെ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് എന്തോ ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് അതിനകത്ത് ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ്, എന്റെ മകൾ മരിച്ചു പോകുമായിരുന്നു ഉറപ്പായിട്ടും. ആ കാലിലെ കടി, ആ പടം നിങ്ങൾ കണ്ടതാണല്ലോ, ആ കടി വെച്ച് അവളുടെ ഞരമ്പിൽ തൊട്ടപ്പോഴാണ് അവൾ പിടിച്ചത്. ഇത്രയും മൃഗങ്ങളെ പേടിയുള്ള കുട്ടി പിടിച്ചു. അവള് തന്നെ പറഞ്ഞു, പപ്പ ഞാൻ മരിച്ചു പോകുമായിരുന്നു, അതുകൊണ്ടാണ് പിടിച്ചത്, അല്ലെങ്കിൽ ഇവള് തൊടൂല. അതിനുശേഷം അവളുടെ കഴുത്തിൽ കടിക്കാൻ വന്ന പട്ടി അവൾ തട്ടി മാറ്റി. അവളുടെ ഈ ഇടുപ്പിന്റെ ഈ സൈഡിലൊരു മാന്തലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ അഡ്രസ് ഇല്ല. അതുപോലെ ഏറ്റവും ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനതെടുത്ത് വെച്ച് പഠിച്ചു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അയാളെ വിളിച്ചു വരുത്തുകയും അയാളെ ഒപ്പിട്ടിട്ട് അയാൾ തിരിച്ചു പോവുക ചെയ്തത്. അതിനുശേഷം അയാൾ ആ റെസിഡൻസിൽ വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് അദ്ദേഹം മുങ്ങി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് ആയാലും കബീർ എന്നാണ് അയാളുടെ പേര്, കബീറിന്റെ വൈഫ് നയന, ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. ആ പട്ടിയെ നോക്കുന്ന ആൾ മാത്രമേ അവിടെ ഉള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ നയന എന്ന് പറഞ്ഞ ലേഡി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് കബീർക്കയുടെ പേര് കേസിൽ നിന്ന് മാറ്റണം. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സാധിക്കും? അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ നടന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഈ ഉദയൻ വിളിക്കുന്നു, ചേട്ടാ കബീർക്കയുടെ പേര് മാറ്റിയിട്ട് എന്റെ പേരിലോട്ട് ആക്കിക്കോ. ഉദയൻ എന്ന് പറഞ്ഞ ഈ കെയർടേക്കർ, പട്ടിയുടെ കെയർടേക്കർ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്, സാർ എന്തായി, അത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറം എനിക്ക് തന്നെ ഇത് തണുത്ത് പോകുന്നൊരു ഫീല് തോന്നി. അപ്പോഴാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA, ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ MLA സാറാണ്. പിന്നെ വി മുരളീധരൻ യൂണിയൻ മിനിസ്റ്റർ, അദ്ദേഹം വീട്ടിൽ വന്നു. പിന്നെ കെ കരുണാകരൻ അവരുടെ മകൻ കെ മുരളീധരൻ. അപ്പോൾ ഇവര് പേഴ്സണലി കോൺവെർസേഷന്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു, ഇതിൽ നിന്നാ പോരാ, DGPക്ക് പരാതി പോകണം, മുഖ്യമന്ത്രിക്ക് പരാതി പോകണം. അപ്പൊ അങ്ങനെ ആണ് ഞാൻ DGPയെ കാണാൻ വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ MLA വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ DGP ഞങ്ങൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അദ്ദേഹം ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പൈസ അല്ലെങ്കിൽ ഹോൾഡ് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, നിയമത്തിന്റെ രീതിയിൽ നമുക്ക് മുന്നേറാമെന്ന് അദ്ദേഹം ഉറപ്പു തരികയും, തീർച്ചയായിട്ടും നമ്മൾ ആ പോലീസിന്റെ ഒരു ഇതിൽ ഞങ്ങൾ അത്ര തൃപ്തനല്ല. പിന്നെ അവിടുന്ന് ഒരു JHA, അതുപോലെ ഒരു ആശാവർക്കർ ഇതുപോലെ ഈ പട്ടിയുടെ സ്റ്റേറ്റസ് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ പോയപ്പോ ഞാൻ ഈ കാര്യം അറിയുകയും ഞാൻ അവരെ വിളിക്കുകയും ചെയ്തു. ആരാണെന്ന് പറയാതെയാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പട്ടിയുടെ കാര്യം അന്വേഷിച്ചു, പട്ടിക്ക് എങ്ങനെയുണ്ട്? പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പട്ടിക്ക് പേപ്പറുണ്ടോ? എല്ലാ പേപ്പറും ഉണ്ട്, ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരെന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ, നിങ്ങൾ ശരിക്കും പേപ്പറെല്ലാം കണ്ടോ? പറഞ്ഞ പേപ്പർ കണ്ടു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ പട്ടിയുടെ രജിസ്ട്രേഷൻ കണ്ടോ? അപ്പോൾ അവർ സ്റ്റക്കായി, രജിസ്ട്രേഷൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ വാക്സിനേഷനാണ്, വാക്സിനേഷൻ ഇപ്പോൾ ആർക്ക് വേണോ എടുക്കാമല്ലോ. ഇനി ഞാൻ വീണ്ടും പട്ടിയുടെ ലൈസൻസ് അത് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോ അവിടെയും എന്തോ എനിക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സുരേന്ദ്രൻ ചേട്ടനെ വിളിക്കുകയും അതുപോലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നിലപാടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇപ്പോൾ വി മുരളീധരൻ സാർ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും അടുത്ത ദിവസം മേയറിനെ കാണാൻ വേണ്ടി ഞങ്ങളുടെ കൌൺസിലർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജേന്ദ്രൻ എന്നാണ് ആ ചേട്ടന്റെ പേര്. അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീഡിയയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട്, വേറെ ആരും എനിക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ അങ്ങനെ കുട്ടിയുടെ സാഹചര്യം ഷീസ് ഇൻ എ ട്രോമ. കാര്യം സാധാരണ 3 മണിക്ക് എണീക്കുന്ന കുട്ടിയാണ്. 3 മണിക്ക് എണീറ്റൊരു 5 to 10 minutes ഒരു പ്രയർ ഉണ്ട്, അത് കഴിഞ്ഞ് കിടക്കും. പിന്നെ 4:30 എണീക്കും. 8:30 ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുപോകും.
അപ്പൊ അതിന്റെ ആ ഗ്യാപ്പിനിടയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. ഈ സംഭവത്തിന് ശേഷം അവൾ എണീറ്റിട്ടില്ല. അവൾക്ക് പറ്റണില്ല. അവളൊരു 7-8 മണിയാകുമ്പോഴേ, പിന്നെ അവളുടെ സിറ്റുവേഷൻ അതാണ്. അവൾ സാധാരണ പറയുന്ന അവൾക്കൊരു എയിം ഉണ്ടായിരുന്നു. പപ്പ എനിക്ക് ഇനി ആ എയിമിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ആ രീതിയാണ് അവളുടെ സംസാരം. പേടിയുണ്ട്, പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അവളത് കാണിക്കില്ല. കാരണം ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞു അനിയനുണ്ട് അവൾക്ക്. അപ്പൊ അവൻ ഒട്ടും പേടിക്കരുത്. അവളുടെ രീതി അതാണ്. ഞങ്ങൾ വളർത്തിയത് അങ്ങനെയാണ്. അവൾക്ക് അത്യാവശ്യം കുറച്ച് ആരോഗ്യമുള്ളതുകൊണ്ടാണ് അവള് ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ അവള് മുറിവ് ഉണങ്ങി തുടങ്ങിയോ? അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അകത്ത് ഫ്ലഷ് പോയി. അതാണ് മോള് പറഞ്ഞായിരുന്നു, പപ്പ എന്റെ ഇറച്ചി പട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടു. അതൊന്നും നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് നമ്മളെ വല്ല ഹൊറർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ല, ഇതിങ്ങനെ ഡയറക്റ്റ് എന്റെ മോക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.